ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. എല്ലാം കിഴക്കത്തിന്റെ കീഴിലേക്ക് പോവാം. ഞാൻ ഒരു സാധനം കൊണ്ടുവന്നുണ്ട്. എന്താടാ? വെറൈറ്റി കുടിക്കണം. നൈസ് ആയിട്ടുണ്ട്. കാരണം ഇപ്പൊ എല്ലാവരും പറഞ്ഞെടുക്കുന്നു, പെദ്ദി സിനിമ കണ്ടു കഴിഞ്ഞപ്പോ രാംചരന്റെ ലുക്ക് ഉണ്ട്, അതെനിക്ക് വലിയൊരു അപമാനമായി തോന്നുന്നു. അതുകൊണ്ട് ഇപ്പൊ ആരെ മുഖത്ത് ആരും ഫേസ് ചെയ്യാൻ വയ്യ. എനിക്ക് പെദ്ദി കണ്ടു കഴിഞ്ഞപ്പോഴാണോ ഈ ലുക്ക് എന്ന് പറയുന്നത്? അതല്ല, പെദ്ദി ആയപ്പോഴാണ് എനിക്ക് അപമാനം ഫീൽ ചെയ്തത്. അതിനു മുമ്പ് രാംചരന്റെ ലുക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പെദ്ദി വന്നപ്പോഴാണ് എനിക്ക് പെട്ടിയിലിട്ട് പൂട്ടിയ പോലെ എന്തോ 3 പിടി മണ്ണും കൂടി മുകളിൽ വന്ന് വീണത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടിക്ക് മുകളിൽ. മനസ്സിലായി. ഓക്കെ, എന്തായാലും കണ്ണൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ അല്ല, പറയാൻ പറ്റൂലേ, അന്ധനാണെന്ന് തെറ്റിദ്ധരിച്ചാലോ? എഴുതിയിട്ടില്ലേ? അത് എഴുതിയിട്ടുണ്ട്. കിട്ടും. ഞാനിത് കാണാതിരിക്കുമ്പോ കണ്ണ് കാണുന്നതൊക്കെ ഇരുന്നോ. ഫസ്റ്റ് വൺ, ദ ഒഡീസി. ക്രിസ്റ്റഫർ നോളൻ ബ്രില്യൻസ് സിനിമ ഇന്നലെ തിയേറ്ററിലേക്ക് എത്തി. ഫസ്റ്റ് ഡേ ഇന്ത്യയിൽ നിന്ന് 21.7 CR സ്വന്താക്കി. 71 CR കേട്ടോ. അതെ, 71. 21.71 CR. ഞാൻ എത്ര പറഞ്ഞു? 7 CR. അത്ര പറഞ്ഞേ? 21.7 അല്ലേ? 21.7. പിന്നെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന, അത് ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന വിദേശ സിനിമ കൂടി ആയിട്ടുണ്ട്. അത് ഉറപ്പല്ലേ? അതിനുള്ളതൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതെ, ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഇങ്ങനെയുള്ള സിനിമകൾ അധികം കാണാറില്ല, അതാണ് സത്യം. അതെ. അടുത്തത് ബാലൻ. സിനിമ OTT റിലീസാകാൻ പോകുന്നു. C5 ജൂലൈ 31. ചിദംബരം ഡയറക്ടർ ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റിൽ വന്ന സിനിമ. ഗംഭീര സിനിമയാണ്. OTT വരുമ്പോൾ കാണാത്തവരുണ്ട്, കണ്ടോളാം, മിസ് ചെയ്യണ്ട. ഗംഭീരമായിട്ടാണ്. എന്തായാലും 35 കോടിക്ക് മുകളിലൊക്കെ കളക്ഷൻ നേടിയിട്ടുണ്ട്. മോശമില്ലാത്ത വിജയമാണ്. അതെ. ഓക്കെ, അടുത്തത് വരവ്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജോജി ജോർജ് നായകനായ സിനിമയാണ്. AK സാജൻ്റെ സ്ക്രിപ്റ്റിൽ പുറത്തു വന്ന സിനിമയാണ്. സിനിമ കാലം തെറ്റി വന്നു എന്നുള്ളതാണ് സത്യം. ടൈം ട്രാവൽ ചെയ്ത് ഇത് കൊണ്ടുപോയി ഒരു 80 കൊണ്ടുപോയി വെക്കണം. എന്നാൽ അന്നത്തെ ഒരു ഫ്ലോപ്പ് കിട്ടിയതേ. അന്നും അത് വിജയിക്കാൻ ചാൻസ് വളരെ കുറവാണ്. വരവ് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഗ്രോസ് വന്നിരിക്കുന്നത് 4.5 CR. അല്ല, 3 CR. 4.35 അല്ലേ? എല്ലാം വന്നു. ഇപ്പം 5 വന്നു, 3 വന്നു, 3, 5 വന്നു. 4.35 CR. ഓക്കെ. അടുത്തത് GD നായിഡു, GDN. സിനിമേന്റെ റിലീസ് ഡേറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഓഗസ്റ്റ് 7 ഇപ്പം പ്രഖ്യാപിച്ചേക്കണം. ഇപ്പൊ എല്ലാം കൂടി ഒറ്റ ഡേറ്റേ ഉള്ളൂ അവർക്ക്, ഓഗസ്റ്റ് 7. ഇതാണ് ഇപ്പോഴത്തെ ഒരു രീതി. ഇത്ര നാളും ജൂലൈ 31, 30 വരും. അതിന്റെ ഇടയ്ക്ക് 24 ഇപ്പൊ ഇതാ വന്നിട്ട് ഇതും കൂടി. എന്തൊരു കഷ്ടം എന്ന് പറയാം. എന്തായാലും കൃഷ്ണകുമാർ രാംകുമാർ ആണ് സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ള. മാധവനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ആളാണ് ഇതിൽ GD നായിഡു ആയിട്ട് എത്തുന്നത്. ഓക്കെ, അടുത്തത് കണ്ണ് കാണില്ലേ? വിസിറ്റർ കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. വിസിറ്റർ സിനിമയുടെ ഒരു മോഷൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ മോഷൻ പോസ്റ്ററാണ്. ഓക്കെ, കാണാം. തീർച്ചയായിട്ടും കാണുന്നത് മോശമല്ലല്ലോ. ഓക്കെ, എന്നെ കാണാം. 1 മിനിറ്റോ? 1 മിനിറ്റ് ഉണ്ട്. ഓർഡർ എടുക്കാമോ? കണ്ണ് കാണുന്നുണ്ട്, ഇപ്പോൾ മനസ്സിലായില്ലേ? പ്രേതപ്പടം തന്നെ കേട്ടോ. ഉർവശി, നവ്യ നായർ. പച്ചസാരി എടുത്ത് വരുമോ CM ആകുമ്പോൾ? ധ്യാൻ ശ്രീനിവാസൻ. വൻ സംഭവങ്ങളായിട്ട് നടക്കുന്നു. സിദ്ധാർത്ഥ് ഭരതൻ. അത് മൊത്തം കാസ്റ്റിംഗ് കേട്ടോ. മന കോപ്പിറൈറ്റ് കിട്ടുമോ? അടിച്ചിപ്പോ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇതാരീ മുന്നിൽ വെക്കുന്നത്? നവ്യ നായർ. ശരി, ഒരു കന്യാസ്ത്രീനെ പോലെ ഉണ്ട് അല്ലേ? ഓക്കെ, ഇതാണ് വിസിറ്റർ. യെസ്, രാഹുൽ മുരളീധരനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നീതു മാത്യു ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. ആള് വിസിറ്ററായിട്ട് ചെല്ലുന്നതായിരിക്കും കഥ. ഒരു വിസിറ്റർ.
അതിനെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ ചെല്ലും. ഇതാണല്ലോ ഈ ഹൊറർ സിനിമകളുടെ ഏറ്റവും വലിയ കൺസെപ്റ്റ്, ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. തീർച്ചയായിട്ടും ഒരു വലിയ വീട്, ആ വീട്ടിലേക്ക് ഒരു വിസിറ്റർ വരുന്നു. ഇത് തന്നെ ആയിരിക്കും എപ്പോഴും അല്ലേ? അതെ, ഭ്രമേകം പോലും. ആ തീർച്ചയായിട്ടും. അടുത്തത് ഫൗസി. ഓ മോനെ, സിനിമേൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. 533K അടിച്ചു ഷെയർ. യെസ്. ഇതിന്റെ തൊട്ട് താഴെ സെക്കൻഡിൽ സ്പിരിറ്റ്, പ്രഭാസിന്റെ തന്നെ 519K. ഇതിന്റെ തൊട്ട് താഴെ റാക്ക, അതായത് അല്ലു അർജുൻ 451K. ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിന്റെ തൊട്ട് താഴെ വാരണാസി ഒരുപാട് 229K. പിന്നെ വേറൊരു കാര്യം, മഹേഷ് ബാബു, അല്ലു അർജുൻ, പൃഥ്വിരാജ്, അതല്ല പൃഥ്വിരാജ്, പ്രിയങ്ക ചോപ്ര, SS രാജമൗലി എടുക്കുന്ന സിനിമ, എന്നിട്ട് അതിന്റെ ഫസ്റ്റ് ലുക്ക് എത്ര താഴെയാണ്. ഇനി അതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം മോനെ. ഈ ഇതിന്റെ ഒപ്പം മത്സരിച്ച 4 എടുത്ത് വെച്ചോ, ഇന്നലെ വന്ന ഫസ്റ്റ് ലുക്ക് അതിന്റെ ഒക്കെ മുകളില് അതിനുള്ള സാധനവും ഉണ്ട്. അജാതി സാധനമാണ്. അപ്പൊ പിന്നെ എന്തായാലും അത് എത്ര ഷെയർ ചെയ്യപ്പെട്ടതിൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. കിട്ടിലോസ്കി സാധനം, അത് അർഹിച്ച വിജയം തന്നെയാണ്. അതെ. അടുത്തത് ചിന്ന ചിന്ന ആശയം OTT വരുന്നുണ്ട് ജൂലൈ 28 ജിയോ ഹോട്ട്സ്റ്റാറിൽ. ഓക്കെ, നമ്മുടെ ഇന്ദ്രൻ സേടനും പിന്നെ മധുബാലയും പ്രധാന വേഷത്തിലെത്തിയ സിനിമ കേട്ടോ. ഒരു ചെറിയ ഒരു ലവ് സ്റ്റോറി ആണെന്നുള്ളതാണ് കേട്ടത്, നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അടുത്തത് പ്ലൂട്ടോ. ഒരു പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട് അജു വർഗീസിന്റെ 16 വർഷത്തെ സിനിമാ കരിയർ. അതിന്റെ ഒരു ആഘോഷമായിട്ട് പങ്കുവച്ചിരിക്കുന്ന പോസ്റ്ററാണ് കേട്ടോ. ആദിത്യൻ ചന്ദ്രശേഖരനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അജു വർഗീസ് ക്യാരക്ടറിനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, മറ്റേ ബാലരംഗിലൊക്കെ. ശിക്കാരി ശംഭു അതിന്റെ വേറൊരു ക്യാരക്ടർ. ശരി. അപ്പൊ ഇതിനു മുൻപ് വേറൊരു ഫോട്ടോയില് മറ്റേ ജമ്പനും ജമ്പനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ലേ, അജു വർഗീസ് എവിടെയും പോകും, ഏതറ്റം വരെ പോകും. എന്തായാലും സിനിമ റിലീസിനെത്തുന്നത് 30 ജൂലൈ 30. യെസ്. ഓക്കെ, അടുത്തത് ഇരണ്ടുവാനം. നമ്മുടെ വിഷ്ണു വിശാൽ നായകനാവുന്ന സിനിമയാണ്. നായികയായിട്ട് എത്തുന്നത് മമിത ബൈജുവാണ്. വിഷ്ണു വിശാലിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. എപ്പടി ഇറക്കാം, ഈ മാസത്തിനുള്ളിൽ തന്നെ സിനിമ റിലീസിനെത്തുന്നല്ലേ? ഒരു മാസത്തിനുള്ളിൽ. ഓക്കെ, അടുത്തത് ഓഡിയൻ. സിനിമേന്റെ ഷെഡ്യൂള് ലോക്കായിട്ടുണ്ട്. ഓഗസ്റ്റിൽ ഷൂട്ട് തുടങ്ങും കേട്ടോ. ഓഗസ്റ്റ് തുടങ്ങുമെന്നുള്ളതിന് മുമ്പേ വന്ന ഒരു ന്യൂസാണ്. പക്ഷേ ഷെഡ്യൂൾ പുതിയ റിപ്പോർട്ട് കേട്ടോ. മറ്റേ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫേം ആക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ വരുന്ന ന്യൂസ് ലോക്കായി എന്ന് പറഞ്ഞാൽ ഓക്കെ. അതെ, എന്തായാലും മഞ്ജു വാര്യറും പൃഥ്വിരാജും പ്രധാന വേഷത്തിൽ എത്തുന്ന സിനിമയാണ്. രാഹുൽ സദാശിവനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കേട്ട ഒരു കാര്യം നിരാശപ്പെടുന്നതാണ്. അത് പറയണോ? വേണ്ട. അതായത് ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് പ്രശ്നമാണ്. നിരാശപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമക്ക് ഭയങ്കര ഇതായില്ലേ? സിനിമയുടെ മൊത്തത്തിലല്ല ഇപ്പൊ കേട്ടൊരു സാധനം. അതായത് പൃഥ്വിരാജിനേക്കാൾ കൂടുതൽ റോളുള്ളത് മഞ്ജു വാര്യറിനാണ്. അതിലൊന്നും കാര്യമില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഭ്രമയുഗം. തീർച്ചയായിട്ടും അവിടുത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ മതി. അതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ലേ? പ്രശ്നം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അടുത്ത കിഴി. എടുത്ത് വായിക്കാം, എപ്പോഴങ്ങോട്ട് വരുവുള്ളൂ. ഇത് ഞാൻ സ്വയം പറഞ്ഞാടാ. ഞാൻ കിഴിയായിട്ടുള്ള ഞങ്ങൾ ഓക്കെ. അടുത്തത് ഐ നോബഡി. സിനിമ ഇതുവരെ കളക്ഷൻ 14.45 CR. ഇതെന്താണ് ഇതിന്റെ കളക്ഷൻ പറയുന്ന കാര്യങ്ങൾ മൊത്തം എനിക്ക് കിട്ടുന്നത്? ഇന്നത്തെ കണ്ണ് പരിശോധിക്കുന്ന കാര്യത്തില് മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്യാണ്. ഇന്നത്തെ കളക്ഷൻ എടുക്കേണ്ടത് ഞാനാണ്. കൊള്ളാം. എന്തായാലും നിസാം ബഷീർ ഒരുക്കിയ പൃഥ്വിരാജ് മൂവിയാണ്. പാർവതി തിരുവാത്താര നായിക. സിനിമ ഡിസാസ്റ്ററായി. അടുത്തത് DC. ഇന്ന് സിനിമേന്റെ അടുത്ത സിംഗിൾ, അത് സെക്കൻഡ് ആണെന്നാണ് തോന്നുന്നത്. സെക്കൻഡ് അല്ലേ? ഫസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ സെക്കൻഡ് ആണ് തോന്നുന്നു. സെക്കൻഡ് സിംഗിൾ ആണ് വരുന്നത്. ബംബ ഡിഗ ഡിഗ അങ്ങനെ എന്താണ്ട് ഒരു സോങ് ആണ് വരുന്നത്. 6 മണിക്കാണ് കേട്ടോ. ഓക്കെ, ലോകേഷ് കനകരാജ് നായകനായി വാമിക ഗംഭീർ നായികയായിട്ട് വരുന്ന സിനിമയാണ്. ഈ ഭൂമിയിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്ക് തെറ്റിച്ചാൽ പോരായുള്ള വെറുതെ ഇടയ്ക്ക് അല്ല, ഈ ഭൂമുഖത്ത് ഒക്കെ ഉള്ള ആൾ തന്നെയാണ്. ഇപ്പൊ ഓക്കെ അല്ലേ? അയ്യോ, ഇത് വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫാടാ.
എന്തു ആവാം. അത് ശരി, കണ്ണ് കാണുന്നില്ലല്ലോ. ലുക്കിൽ കോമാളി ലുക്ക് വന്നാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നമല്ല. കണ്ണ് കാണാത്തതല്ല, കോമാളിത്തരം എന്ത് കാണിക്കാതെ. നീ എന്തൊക്കെ കരുതി? രാവിലെ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ എന്താണ് എന്റെ റോള് എന്നുള്ളത്. അപ്പൊ പിന്നെ നമ്മൾ ആ ക്യാരക്ടർ വെച്ച് പിടിച്ചോളാം. അടുത്തത് ഇത് കോമാളിത്തരല്ല, ഇത് കിഡിലോസ്കി പരിപാടിയാണ്. ജനനായകൻ. ജനനായകൻ സിനിമയുടെ തമിഴ്നാട്ടിലെ ഫസ്റ്റ് ഷോന്റെ സമയം വന്നിട്ടുണ്ട്. 9 മണിക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. CM ജോസഫ് വിജയ് നായകനാവുന്ന സിനിമയാണ്. ദളപതി വിജയ് എന്ന് നമുക്ക് അങ്ങ് മാറ്റാം അല്ലേ? ടൈറ്റിൽ കാർഡ് അങ്ങനെ തന്നെയാണ് അങ്ങനെ വന്നിട്ടുള്ളത്. സോങ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഇമോഷണൽ സാധനമാണ്. എന്തായാലും കൊള്ളാം. ഓക്കെ. 23-ാം തീയതി റിലീസിന് എത്തുന്നത്. ജൂലൈ 23. അടുത്തത് ഉന്മാദം. ഉന്മാദ സിനിമേന്റെ ടീം പ്രൊമോഷനുമായിട്ട് ഇന്ന് ലുലു മാളിൽ 6 മണിക്ക് എത്തൂട്ടോ, കൊച്ചിയിലെ. ഓക്കെ. ചാക്കോച്ചൻ നായകനാവുന്ന സിനിമയാണ്. കിരൺ ദാസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഷാഹി കബീറാണ് സ്ക്രിപ്റ്റ്. സിനിമ റിലീസിനെത്തുന്നത് ഓഗസ്റ്റ് 7-ാം തീയതി അല്ലേ? ജൂലൈ 31 മാറ്റിയായിരുന്നു അല്ലേ? മാറ്റിയില്ലേ? അല്ലേ, ജൂലൈ 15-16 കണ്ടായിരുന്നു. അത് മാറ്റി ജൂലൈ 31 ആക്കിയിരിക്കുന്നത്. ജൂലൈ 16 18 എത്ര ഇത് ഉള്ളതെല്ലാം കൊണ്ടുപോയിട്ട് ഈ മാസം അങ്ങോട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം എടുത്തിട്ട് പിന്നെ അടുത്ത മാസത്തിലേക്ക് കൊണ്ടുപോകും. ഒരുമാതിരി ആളെ. അടുത്തത് ചിന്താമണി കൊലക്കേസ് 2ാം ഭാഗം. സിനിമയുടെ സ്ക്രിപ്റ്റ് ലോക്കായി എന്നുള്ളതാണ് കേൾക്കുന്നത്. ഷാജി കൈലാസ് പറഞ്ഞു കേട്ടോ. അതായത് നമ്മുടെ സുരേഷ് ഗോപിയെ കിട്ടിയിട്ടില്ലെങ്കിൽ ആള് ജൂനിയർ ആയിട്ട് വേറെ ആളെ വെക്കും, എന്നിട്ട് ആ രീതിയിൽ പടം ചെയ്യുന്നു. അതായത് ജൂനിയർ ലാൽകൃഷ്ണനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതായത് ആൾക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ കേട്ടോ, ആള് ഭയങ്കര തിരക്കാണ്. അപ്പൊ ആ തിരക്കിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ സ്ഥിതിക്ക് അത് അപ്പൊ സംഭവിക്കും. മിക്കവാറും അതായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പിന്നെ വളരെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു നോക്ക്. നീ അഭിനയിക്കുന്ന ഒരു സിനിമ, നീ അഭിനയിച്ച് വലിയ ഹിറ്റാക്കിയൊരു സിനിമ, നീ മമ്മൂക്കയോ അല്ലെങ്കിൽ ലാലേട്ടനോ സുരേഷ് ഏട്ടനോ ആണ്. ഓക്കെ, നീ ജിനേഷ് അല്ല. അപ്പൊ നിന്റെ അടുത്ത് ഞാൻ ഇതിന്റെ 2ാം ഭാഗമായിട്ട് വരുന്നതിന് മുൻപ് ഞാൻ ഇങ്ങനെ പ്രസ്താവന എടുത്താണ്, മൂപ്പരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വേറെ ആളെ വെച്ച് ചെയ്യുന്നത്. നീ എന്നെ ഓടിക്കുമല്ലേ? തീർച്ചയായിട്ടും ഓടിച്ചിരിക്കും. പ്രസ്താവന വരണമെങ്കിൽ ആൾറെഡി അതായിരിക്കാം ഉദ്ദേശം, മറ്റൊരാളെ വെച്ച് ഇത് ചെയ്യുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കണം മേ ബി. ഇത് നമ്മുടെ ചെറിയൊരു ഊഹം മാത്രം കേട്ടോ. ഇത് വായിച്ചായിരുന്നു ഞാൻ, അറിയില്ല, ഓർമ്മല്ല. ചില ബന്ധങ്ങൾ കാരണം ഇപ്പം ഞാനും ഇവരും തമ്മിലുള്ള ബന്ധമല്ലേ, അതിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാലും എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞത് ഇവൻ ചോദിക്കൂല. ഒരു ബന്ധം അവർ തമ്മിലുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അവര് തമ്മിൽ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ പറയണല്ലോ. സുരേഷ് ഗോപിയും ആളും തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ്. അടുത്തത് വാരണാസി. എന്റെ പൊന്നെ, പ്രിയങ്ക ചോപ്രന്റെ ബർത്ത്ഡേ സ്റ്റില്ലുകൾ കുറച്ച് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം പറക്കുന്നത്. ഒന്ന് മറ്റുള്ളവരെ പറപ്പിക്കാൻ റെഡിയായി നിൽക്കുന്നു, തയ്യാറെടുക്കുന്നു. ഏജാതി സാധനം. കൽക്കിയുടെ ഒരു വൈബൊക്കെ അടിച്ചിട്ടോ ഈ ലുക്കില്. ബ്ലാക്ക്. ഓക്കെ. എന്തായാലും SS രാജമൗലി ഒരുക്കുന്ന മഹേഷ് ബാബു ചിത്രം അടുത്ത വർഷം റിലീസ് ഏപ്രിൽ 7-ാം തീയതി. ജൂൺ അല്ലേ? ഏപ്രിൽ. ഏതാണ് മാസം? എന്തൊക്കെയുണ്ട് അടുത്തത് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനാവുന്ന സിനിമയാണ്. മമിത ബൈജു ആണ് ഇതിലെ നായിക. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് സംഭവിച്ചിരിക്കുന്നു. അതിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 21 തന്നെ സിനിമ റിലീസിനെത്തും. അപ്പോൾ ഓണത്തിന് റെഡി ആവുക. സംഭവബഹുലമായിട്ടുള്ള വലിയ സിനിമകളാണ് മലയാളത്തിൽ നിന്ന് വരുന്നത്. ഏറ്റുമുട്ടാൻ എല്ലാവരും റെഡി ആയിക്കോ. അതെ, ഒരു ദിവസത്തിന്റെ വ്യത്യാസമുള്ളൂ. അതായത് അയാം ഗെയിമും ഖലീഫും 20-ാം തീയതി, ഇത് 21-ാം തീയതി. അടുത്തത് വിശ്രമമില്ലാത്ത സമയങ്ങൾ. പറഞ്ഞോട്ടെ, അയാം ഗെയിം. അതുകൊണ്ട് പെട്ടെന്ന് കയറിയത് ഞാൻ. അതെ, എന്താണെങ്കിലും അയാം ഗെയിമിനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചല്ലോ, പിന്നെ ബാക്കിയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അതെ, അയാം ഗെയിമില് DQന്റെ ഒരു പാട്ടുണ്ടാവും നാട്ടുകാർക്ക്. പാടുന്നു. നമ്മളിത് പറഞ്ഞിട്ടില്ല. നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. രഹസ്യമാക്കി വെച്ചതാ. പക്ഷെ ഇല്ല, എന്നാലും നമ്മളത് രഹസ്യമാക്കിയിരുന്നു. അങ്ങനെ നമ്മൾ എന്തൊക്കെ പറയണായിരുന്നു? നമുക്ക് പറഞ്ഞായിരുന്നോ? അല്ല, എന്ത് കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് എന്തൊക്കെയാ വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതായത് പകർപ്പവകാശത്തിന് എന്തോ അങ്ങനെ എന്തൊക്കെയാ കേട്ടു. നമുക്ക് കമന്റ്സ് കണ്ടതാണ്. അങ്ങനെ ന്യൂസ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അതെന്താ സംഭവം?
പിന്നെ വേറെ കുറെ ന്യൂസുകൾ വരുന്നുണ്ട്, എന്തോ അനൗൺസ്മെന്റ് വരുന്നതിനെ കുറിച്ചോ അടുത്ത്. അതായത് കമന്റ് ആയിട്ടൊന്നും കേട്ടോ ഞങ്ങൾ കണ്ടത്, അല്ലാതെ ഞങ്ങളിത് മറ്റേത് അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഒന്ന് കമന്റ് ഇടണേ എവിടെ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലൊരു സിനിമ ഉണ്ട്, അതിന്റെ ചിലപ്പോ ഇനി അതിന്റെ ആണെന്ന് അറിയില്ല, ചിലപ്പോ ചെറിയൊരു കണ്ടന്റ് ഉണ്ട്, അതായിരിക്കും ചിലപ്പം. അതിപ്പോ ആർക്കാ അന്ന് മുതലേ അറിയാത്ത ഇപ്പോഴാണ് അത് ശരിയാട്ടോ, അത് ആൾക്കും അറിയില്ലല്ലോ. അത് ശരിയാ. അതാകെ അറിയുന്ന കീഴിലെ രണ്ട് ആ ചെക്കന്മാർക്ക് ആ ആണുങ്ങൾക്ക് പച്ചക്ക് അത് പറയണ്ടെന്ന് വിചാരിച്ചിരുന്നു, അപ്പൊ അതൊക്കെ പറഞ്ഞു. അവർക്ക് മാത്രമേ അതിനെ കുറിച്ച് അറിയണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് കോൾ വന്നതാ, അതായത് നമ്മളിതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ വരുന്നതിന് മുമ്പ്, ഫസ്റ്റ് ലുക്ക് അല്ല ടൈറ്റിൽ ലുക്കിന്റെ മുന്നേ ഞങ്ങൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തമ്പനയിലും അതിന്റെ ആ വീഡിയോയിലും കണ്ട അറിയുന്നവർക്ക് അറിയാം, ഞങ്ങൾക്ക് അതിനെ കുറിച്ച് എല്ലാം അറിയാന്നുള്ളത്. അപ്പൊ കോൾ വന്നു എഴുത്തുകാരനോട് ദയവ് ചെയ്തിട്ട് ചെയ്യല്ലേ ബ്രോ, സപ്പോർട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മെല്ലെ എങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം ലാസ്റ്റ് പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞു, ഞങ്ങളെ അങ്ങനെ രഹസ്യമാക്കി വെക്കുന്ന സാധനമാണ്, അങ്ങനെ പറയുന്നത് കേട്ടോ. അതെ. അപ്പോൾ ഞങ്ങൾ പറയില്ല പറയുമെന്ന് ഞങ്ങൾ പറയുള്ളൂ, പക്ഷെ പറയില്ല. ഇപ്പോഴത്തെ ഞങ്ങൾക്കൊരു ഒരു സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ ഇടക്ക് റിവ്യൂ ഒന്നും ഇടാതെ കുറേ റിവ്യൂ ഒന്നും ഇട്ടില്ല, ഞങ്ങളാകെ മാനസികമായിട്ട് തളർന്നിരുന്നൊരു സമയമല്ലേ. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു എല്ലാം ഞങ്ങൾ ഇനി വിളിച്ചു പറയുന്നത്. അന്ന് കുറച്ച് കാലം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും പിന്നെ പറയാൻ മനസ്സാക്ഷി സമ്മതിക്കുന്നില്ല. പിന്നെ നിർത്തി. എന്ത് കിട്ടിയാലും നമുക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ അല്ല അന്ന് കുറേ കമന്റ്സ് വന്നു, നിങ്ങൾ സ്പോയിലർ ആക്കല്ല, നിങ്ങൾ പഴയ രീതിയിൽ തന്നെ മതിയാകുന്നു, അല്ലെ നമുക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൂടുതലായിട്ട് അങ്ങ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു തന്നാൽ അത് തീരുമല്ലോ. അതെ, അങ്ങനെയായിരുന്നു അന്നത്തെ മൈൻഡ്. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടുമല്ലോ. ഞങ്ങളെ കൂടെ സിനിമക്ക് വരുന്ന രണ്ടാൾക്കാരും കേട്ടോ, നമ്മളെപ്പോഴും സിനിമ കാണാൻ കയറുമ്പോൾ നമ്മൾ ചോദിക്കും പറയണോ. അവര് ആദ്യമൊക്കെ അങ്ങനെ ഇരുന്നിട്ട് ഇവിടെ തൊട്ടടുത്തിരുന്നിട്ട് ചോദിക്കും, അപ്പൊ പറഞ്ഞു കൊടുക്കും. രണ്ടു മൂന്ന് സിനിമകൾക്ക് ഈ സംഭവം പറ്റിയിട്ടുണ്ട്, ഒന്ന് പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞങ്ങ് കൊടുത്തിട്ട് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇനി നിങ്ങളെ അടുത്ത് ഇരിക്കൂല കേട്ടോ. ഇവര് വിചാരിച്ചോണ്ടിരിക്കണ നമ്മൾ ചുമ്മാ കള്ളം പറയുന്നതെന്നാ. കൊറേയൊക്കെ നമുക്കറിയാം, എല്ലാം അറിയുന്നല്ല, എന്നാലും കുറേശ്ശൊക്കെ. നമുക്ക് ഏറ്റവും നന്നായി അറിയുന്നത് മറ്റേ എമ്പുരാനിലെ രജനീകാന്തും കമലഹാസനും ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. അതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ന്യൂസ്. അതായിരുന്നു പക്ക കറക്റ്റ് ആയതും അതാണ് എക്സാക്ട്. അടുത്തത് 40 Days of ഹൗസ് പാർട്ടി, നമ്മുടെ ഷിഫിന സംവിധാനം ചെയ്യുന്ന സിനിമ, അതായത് ജിത്തു മാധവന്റെ വൈഫ്. സിനിമയുടെ ഇന്നലെ നമ്മൾ കിഴി എപ്പിസോഡ് പറഞ്ഞപ്പോൾ ഒരു ചെറിയ കാര്യം പറഞ്ഞായിരുന്നു, നമുക്ക് നാളത്തെ കിഴിയിൽ പൊട്ടിക്കാമെന്ന്. അതിൻ്റെ ചെറിയൊരു സംഭവമാണ്. അതായത് നസ്ലനും അല്ലെങ്കിൽ ചാക്കോച്ചനും ഇവർ രണ്ടുപേരും ചെറിയ എന്തോ വേഷത്തിലോ അല്ലെങ്കിൽ കാമിയോ ആയിട്ടോ എന്തോ അതിൽ വരും എന്നുള്ളൊരു റൂമർ വരുന്നുണ്ട്. എവിടെയും വന്നിട്ടില്ല, വരുമെന്നുള്ള റൂമറുകൾ വരുന്നുണ്ട്. അടുത്തത് എടുത്തായിരുന്നു, ഇവിടെ വെച്ചതാണ്, ജയിലർ 2. ആശാൻ സംസാരിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു, അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചതാ. അതാ പക്ഷേ ഇന്നത്തെ ദിവസം പിടിച്ചാൽ കിട്ടൂലേ. എന്താണെങ്കിലും ജയിലർ 2 സിനിമേന്റെ ആതിരപ്പള്ളി ഷെഡ്യൂള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രജനീകാന്തും രമ്യാകൃഷ്ണനും തമ്മിലുള്ള സീനുകളായിരുന്നു. ഇതൊക്കെ റീഷൂട്ടുകളാണ് കേട്ടോ, അല്ലാണ്ട് ഇപ്പത്തെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതല്ല. അതൊക്കെ പാച്ച് വർക്കിൽ പെടും. കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ മാറി, കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത് മാറിയത്. ഇത് ഊരിത്തന്നെ അറിയാം ധൈര്യമായിട്ട്. മാറിയടാ പറഞ്ഞത്. സുഹൃത്താണെന്ന് കരുതുന്ന ആൾക്കാരൊക്കെ ചില, അതായത് നമ്മൾ ആരും വിചാരിക്കാത്ത ചില തെണ്ടികളായിരിക്കും നമ്മുടെ ശത്രുക്കളല്ലേ. നീ എന്തോ കൊള്ളിച്ചു പറയുന്നത്. ഒരു പ്രശസ്തമായ ഡയലോഗാ ആണല്ലേ ഏത്? എന്നാലും എവിടെയോ ഒരു കൊള്ളൽ വരുന്നു. തുറുപ്പുകുലാൻ എന്ന സിനിമ കണ്ണാടി വെച്ചോ, കുഴപ്പമില്ല വെച്ചോ. തുറുപ്പുകുലാൻ എന്ന സിനിമയിലെ നല്ല രസമുണ്ട്, അത് വെച്ചോ, കണ്ണാടി വെച്ചോ. തുറുപ്പുകുലാൻ എന്ന സിനിമയിലെ പ്രശസ്തമായ ഡയലോഗാണ് ഞാൻ സംസാരിച്ചത്. കൊച്ചനൈഫ് പറയുന്നതാണ്. കൊള്ളാം. അപ്പൊ എന്താണെങ്കിലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. ഇവന്റെ അഴിഞ്ഞാട്ടം ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.